ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോക ബാങ്ക് സഹായമായ 140 കോടി രൂപ വകമാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ട്രഷറിയിലെത്തിയ പണം കൃഷി വകുപ്പിന് നൽകിയില്ല. കേര പദ്ധതിക്കായി മാർച്ച് 17-നാണ് കേന്ദ്രം സംസ്ഥാനത്തിന് പണം കൈമാറിയത്. പരിശോധനയ്ക്കായി മെയ് 5-ന് ലോകബാങ്ക് സംഘം കേരളത്തിലേക്ക് എത്തിയും. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഏത് രീതിയിലാണ് ഈ വകമാറ്റൽ നടന്നിരിക്കുന്നത്? ഒന്നും രണ്ടുമല്ല, 140 കോടി രൂപയാണ്. ഇപ്പോഴത്തെ ലോകബാങ്ക് തന്നെ ഇതിലൊരു പരിശോധനയ്ക്കായി എത്തുകയാണ്. എന്താണ് സംഭവിച്ചത്? വിനീത, 140 കോടി രൂപ അത് കേന്ദ്രമാണ് പണം സംസ്ഥാനത്തിന് കൈമാറിയത്. ലോകബാങ്കിൽ നിന്നും കേന്ദ്രം എടുത്ത വായ്പയാണ്. ആ വായ്പയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ കാർഷിക മേഖലയുടെ നവീകരണമാണ്. കാർഷിക മേഖലയുടെ നവീകരണം ലക്ഷ്യമിട്ട സംസ്ഥാനം സമർപ്പിച്ച പദ്ധതിയാണ് കേര പദ്ധതി. ആ കേര പദ്ധതിക്ക് വേണ്ടി ഗഡുക്കളായി നൽകിയ തുകയിലുള്ള 140 കോടി രൂപ അത് കഴിഞ്ഞ മാർച്ച് മാസം 17-ന് സംസ്ഥാന ട്രഷറിയിലെത്തി. പക്ഷേ ആ പണം കൃഷി വകുപ്പിന് കൈമാറിയില്ല. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പണം കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നിട്ടും അത് കൈമാറാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകബാങ്ക് പ്രതിനിധികൾ ഇത് പരിശോധിക്കാനായി കേരളത്തിലേക്ക് എത്തുന്നത്. ആ പണം വകമാറ്റി ചെലവഴിച്ചു. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ഈ 140 കോടി രൂപ വിനിയോഗിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. ഏതായാലും ഇത് കേര പദ്ധതി, സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം വഴി എടുത്ത ലോകബാങ്ക് വായ്പയാണ്. ആ വായ്പയാണ് ഇപ്പോൾ വകമാറ്റിയെന്ന വിവരം പുറത്തു വരുന്നത്. അത് ഗൗരവത്തോടെ തന്നെ ലോകബാങ്ക് എടുത്ത പരിശോധനയ്ക്കായി ലോകബാങ്കിന്റെ പ്രതിനിധി സംഘം അടുത്ത മാസം 5-ാം തീയതി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും സംസ്ഥാനം തന്നെ സമർപ്പിച്ചതാണ് കേര പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വായ്പയും. കാർഷിക മേഖലയിൽ ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അത്രയേറെ പഠനം നടത്തിയ ശേഷമാണ് പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചത്. ഏതാണ്ട് 2000 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിലുള്ള ഒരു ഗഡുവാണ് 140 കോടി രൂപ. അതാണ് ഇപ്പോൾ വകമാറ്റിയെന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണമായി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വകമാറ്റൽ നടന്നത് എന്നതിലൊരു വ്യക്തത വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ ഇത്തരം പരിശോധനകളെയൊക്കെ നേരിടാൻ പോകുന്നത്? വിനിത, സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾക്ക് പണം കൈമാറുന്നത് വൈകാറുണ്ട്. അതുപോലെ വൈകിയതാണെന്ന വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണ്. പക്ഷേ ഇത് 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ല വൈകിയത്, അതിൽ കൂടുതൽ വൈകിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, വളരെ ഗൗരവമുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ തുക അത് ട്രഷറിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ അത് കൈമാറേണ്ടതാണ്. പക്ഷേ അതിന് പകരം അത് മറ്റ് പദ്ധതികൾക്ക് വേണ്ടി, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിലുള്ള വിശദീകരണം സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ചിലപ്പോൾ ട്രഷറിയിലെത്തിയ പണം അത് മറ്റ് വകുപ്പുകൾക്ക് കൈമാറാനുള്ള കാലതാമസമാണ് എന്ന വിശദീകരണം മാത്രമാണ്. പക്ഷേ ഈ വിഷയം ലോകബാങ്ക് ഗൗരവത്തോടെ തന്നെ എടുത്തിട്ടുണ്ട്. ലോകബാങ്ക് പരിശോധനയ്ക്കായി മെയ് മാസം 5-ാം തീയതി കേരളത്തിലെത്തുമ്പോൾ എന്തുകൊണ്ട് ഈ പണം കൈമാറുന്നത് വൈകി, അത് എങ്ങനെയാണ് അത് വകമാറ്റി ചെലവഴിച്ചത് എന്ന കാര്യത്തിൽ അടക്കം കൃത്യമായ ഉത്തരം ലോകബാങ്ക് പ്രതിനിധികൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും. മാത്രമല്ല റോഷിപാൽ, ഇനിയുള്ള ലോകബാങ്ക് സഹായം അതല്ലെങ്കിൽ ഇങ്ങനെ വകമാറ്റുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും തുടർന്നുള്ള പദ്ധതികളെ ബാധിക്കുക എന്നൊരു ആശങ്കയുമുണ്ടല്ലോ. ഇത് സ്വാഭാവികമാണ്. ഇത്തരം ഒരു പദ്ധതി തയ്യാറാക്കി അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത പരിശോധിച്ചാണ് ലോകബാങ്ക് വായ്പ നൽകുന്നത്. അവരുടെ പ്രതിനിധി സംഘം അത് പരിശോധിച്ച് പഠനത്തിന് ശേഷമാണ് വായ്പ അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിച്ച ആ വായ്പ കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ഇനിയുള്ള വായ്പയെ അത് ബാധിക്കുമോ എന്ന ഒരാശങ്ക കൂടിയുണ്ട്. കാരണം കൃത്യമായി വായ്പ വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായും അത് മറ്റൊരു തരത്തിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അത് ലോകബാങ്ക് പിന്നീടുള്ള വായ്പയ്ക്ക് അത് ബാധിക്കും. മാത്രമല്ല, അത് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. പക്ഷേ സർക്കാർ ഇതിന് ഇങ്ങനെ ഒരു മറു വിശദീകരണം നൽകുമ്പോൾ അത് ലോകബാങ്ക് ആ വിശദീകരണം സ്വീകരിക്കുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും മാർച്ച് 17-ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ച വായ്പ, ആ തുക ട്രഷറിയിലെത്തിയിട്ട് ഏതാണ്ട് 1 മാസം പിന്നിട്ടിട്ടും ആ തുക എന്തുകൊണ്ട് കൃഷി വകുപ്പിന് കൈമാറിയില്ല, കേര പദ്ധതിക്ക് വേണ്ടി അത് വിനിയോഗിച്ചില്ല, അതിന് പകരം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന ചോദ്യമാണുള്ളത്. ഏതായാലും ഇതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. അതിനി തുടർന്നുള്ള ലോകബാങ്ക് വായ്പയെ ബാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.